തിരുവനന്തപുരം ആര്യനാട് കരിങ്കൽ ലോഡുമായി വന്ന ടിപ്പർ ലോറി മറിഞ്ഞ അപകടം. അമിത വേഗതയാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ചേരപ്പള്ളിക്ക് സമീപമുള്ള വളവിൽ രാവിലെ 8 മണിയോടെയാണ് അപകടം. കുറ്റിച്ചൽ പാങ്കാവ് പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയിൽ നിന്നും അമിത ഭാരവുമായി എത്തിയ ടിപ്പർ ലോറി കടക്കൽ ഭാഗത്തേക്ക് പോകുകയായിരുന്നു. അമിത വേഗതയിലെത്തിയ ടിപ്പർ ലോറി കൊടുംവളവിൽ ദിശയറിയാതെ വെട്ടിത്തിരിച്ചതാണ് അപകടത്തിന് കാരണം. എതിർദിശയിൽ നിന്ന് വാഹനങ്ങൾ എത്താതിരുന്നതിനാൽ വൻ അപകടമാണ് ഒഴിവായത്. ടിപ്പറുകളുടെ അമിതവേഗത പൊതുജനത്തിന് ഭീഷണിയാകുന്നുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ലോഡുമായി പോകുന്ന ലോറികൾ കാൽനടയാത്രക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും ഭീഷണിയാകുന്നതായും നാട്ടുകാർ പറയുന്നു. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 വർഷത്തിന് മുന്നേ വെള്ളനാട് ചെറ്റല് റോഡിൻ്റെ ഇങ്ങനെ അപകടം നിരന്തരം ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരെ എല്ലാം കൂടെ സമരവും ശക്തമായിട്ടുള്ള പ്രതിഷേധവും കൂടെ അറിയിച്ച് റോഡിൻ്റെ കമ്പനിക്ക് ഹമ്പ് വയ്ക്കേണ്ടി വന്നു. ഹമ്പ് വച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് സംഭവം ഇപ്പോൾ അപകടം വളരെ കുറഞ്ഞിരുന്നതാണ്. ഹമ്പ് ടാറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഹമ്പ് എടുത്ത് മാറ്റുകയുണ്ടായി. അങ്ങനെ ഹമ്പ് എടുത്ത് മാറ്റിയതിൻ്റെ ഇതിലാണ് അപകടം നിരന്തരം നടക്കുന്നത്. വെള്ളനാട് ചെറ്റിച്ചാൽ റിംഗ് റോഡ് പണി പൂർത്തിയായത് മുതൽ പ്രദേശത്ത് അപകടങ്ങൾ തുടർക്കഥയാണ്. 7 വർഷത്തിനു ശേഷം റീടാർ ചെയ്തതിനെ തുടർന്ന് ഹമ്പ് നിർമ്മിക്കാത്തതാണ് വീണ്ടും അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്നും ഹമ്പ് പുനഃസ്ഥാപിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. അളവിൽ കൂടിയ ലോഡും ആയിട്ട് ബന്ധപ്പെട്ട് കയറ്റുന്നതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഇതിങ്ങനെ മറിഞ്ഞ് വണ്ടികൾ അപകടം നടക്കുന്നത്. സ്കൂൾ കുട്ടികളൊക്കെ വരുന്നതാണ്. ലോറിയിൽ നിന്ന് കരിങ്കല്ലൊക്കെ തൊഴിഞ്ഞു വിടുന്ന ഒരു അപകടമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ അധികാരികൾ കണ്ട് ഹമ്പ് ഉടനെ തന്നെ വച്ചു തരണമെന്നുള്ള ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത്. ദിവസവും 30 ലോഡ് വരെ അയക്കാനാണ് പാങ്കാവ് പ്രവർത്തിക്കുന്ന പാറക്കോറിക്ക് പെർമിറ്റുള്ളത്. എന്നാൽ ദിവസവും 200-ലധികം ലോഡുകൾ ഇവിടെ നിന്ന് പോകാറുണ്ട്. അധികൃതരുടെ ഒത്താശയോടുകൂടിയാണ് നിയമലംഘനം നടക്കുന്നതെന്ന് പ്രദേശവാസികൾ ആരോപിച്ചു. നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും രാഷ്ട്രീയക്കാരും അധികാരികളും കോറി മാഫിയയുടെ നിയമലംഘനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.